രാഹുലേ, എപ്പോ നോക്കിയാലും നീ ലാപ്ടോപ്പിനകത്താന്നല്ലോ. ചായ കുടിക്ക്, ചൂടാടുന്നതിന് മുമ്പ്. അച്ഛാ ഇപ്പൊ സമയമില്ല അച്ഛാ, ഒരു മീറ്റിങ്ങിന് കയറാൻ പോവാ. രവീന്ദ്രൻ വിളിച്ചിരുന്നു. എടാ, വലിയ ആളാവുമ്പോഴേ പഴയ ആൾക്കാരൊന്നും മറക്കരുത്. നിനക്ക് ആ ഫോണൊന്നും എടുക്കാൻ വരുന്നു. അദ്ദേഹത്തിന് എന്ത് തോന്നിക്കാണും? ഓ, അതാ ബാങ്കിലെ ജോലിക്കാര്യം പറയാൻ വിളിച്ചായിരിക്കും. എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലയോ. എപ്പോ നോക്കിയാലും ലാപ്ടോപ്പിന് മുന്നില്ല. 13 വയസ്സിലല്ല നിനക്ക്. ഈ സമയത്ത് ഞാൻ കുടുംബം നോക്കി നടത്തുമായിരുന്നു. നിനക്ക് എന്ത് ഉത്തരവാദിത്തമുണ്ട്? അച്ഛാ രാവിലെ തന്നെ തുടങ്ങല്ലേ പ്ലീസ്. എന്റെ കരിയർ നോക്കാൻ എനിക്കറിയാം. നീ നോക്കും. എടാ, കഴിഞ്ഞ പ്രാവശ്യമേ നീ നടത്തിയ ബിസിനസ് പൊട്ടി പാളിഷായപ്പോഴേ അതിന്റെ കടം വിട്ട ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ബിസിനസ് എങ്ങനെയാ പൊട്ടിയത്? എന്റെ പാർട്ട്ണറിനെ വിളിച്ച് അച്ഛൻ ചീത്ത വിളിച്ചതുകൊണ്ടല്ല അയാള് പിന്മാറിയത്. എന്നിട്ട് എന്നെ കുറ്റക്കാരനാക്കുന്നോ? നീ എന്തൊക്കെയാ പറഞ്ഞേ? നീ ഇല്ലാത്ത ആരെയും വിളിച്ചു കേട്ടോ. നിനക്ക് തലയ്ക്ക് പാട്ടുണ്ടോ? എടാ, അവൻ നിന്നെ ചതിക്കുന്ന നടപ്പോഴാ ഞാൻ അവനെ ചീത്ത വിളിച്ചത്. മനസ്സിലായോ? അച്ഛാ എനിക്ക് മടുത്ത് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ്. ഞാൻ അടുത്ത ആഴ്ച ബാംഗ്ലൂർ പോവാ. എനിക്ക് ഇച്ചിരി മനസമാധാനം വേണം. ഓ, നീ എന്നെ ഉപേക്ഷിച്ച് പോകാനെന്ന ഭാവം. നീ ഈ പടി കടന്നാലേ എന്റെ ഡെഡ് ബോഡി നീ കാണും. നാട്ടുകാരോട് ഞാൻ എന്ത് പറയും? മകൻ അച്ഛനെ ഉപേക്ഷിച്ച് പോയെന്നു. അങ്ങനെ നാട്ടുകാരെ പേടിച്ച് എനിക്ക് എന്റെ ജീവിതം കളയാൻ പറ്റത്തില്ല. നീ സ്വാർത്ഥനാണ്. എന്നെ കരപ്പോഴും നീ സുഖമായിട്ട് ജീവിക്കാതെ കരുതിയോ? 2 ആഴ്ച തികതിന് മുമ്പ് നീ കരഞ്ഞോണ്ട് ഇവിടെ തന്നെ വരും. എനിക്ക് നെഞ്ചാത്ത വേണ്ടി എടുക്കുന്നു. കുടിക്കാഴ്ച വെള്ളം എടുത്തോണ്ട് വിടാം. എടാ, ഓടിച്ചെന്ന് എടുത്തോണ്ട് വിടാം ആഴ്ച വെള്ളം. അച്ഛാ എന്നാ വെള്ളം. നിനക്ക് എന്നെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. നീ ആ രവീന്ദ്രനെ ഒന്ന് വിളിക്കുക.